കൊണ്ട് പെട്ടെന്ന് ചില വാക്യങ്ങൾ മാത്രം പറയാൻ ആഗ്രഹിക്കുന്ന ഈ വർഷം പരിശുദ്ധാത്മാവോട് പറഞ്ഞു, വിശുദ്ധിയെ തികയ്ക്കുന്ന ഒരു വർഷം. ഇയർ ഓഫ് പെർഫെക്റ്റിംഗ് ഹോളിനെസ്. അവൻ സ്വന്തം ചെയ്യുന്നത് എന്തുകൊണ്ടാ അത് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് അവൾ അൾട്ടിമേറ്റ് പർപ്പസ് നമുക്ക് കർത്താവിനെ ആരാധിക്കാൻ വരുന്നത് ഇന്നത്തെ സൗഖ്യവും വിടുതലും ജോലിയും മാത്രമല്ല. ദാറ്റ് ഇസ് നോട്ട് ദ പർപ്പസ്. ഇന്നത്തെ കാര്യമാണ്. അവൻ സ്വന്തം ചെയ്യുന്നു. അനേകർ ഈ ഭൂമിയിൽ ഉയർത്തുന്നത് നല്ലൊരു ശതമാനം പ്രസംഗങ്ങൾ കേട്ട് കഴിഞ്ഞാല് കർത്താവ് സൗഖ്യമാക്കി, കർത്താവ് വിടുവിച്ചു, കർത്താവ് അതിനെ അത് നല്ല കാര്യം. God do it. സ്വർഗത്തിലെ സകല സ്പിരിച്വൽ ബ്ലെസ്സിങ്ങിലാണ് ദൈവം നമ്മെ അനുഗ്രഹിച്ചത്. ആത്മീയമായി ഇഫ് യു നോട്ട് ബ്ലെസ്ഡ്, അവൻ സ്പിരിച്വലി ബ്ലെസ്ഡ് അല്ലെങ്കിൽ എന്തെല്ലാം ഉണ്ടെങ്കിലും ഒരു കാര്യവുമില്ല. എന്തിനാണ് നാം കർത്താവിനെ സേവിക്കുന്നത്, സ്നേഹിക്കുന്നത്? ഞങ്ങൾ കഴിഞ്ഞ ദിവസം ചിന്തിക്കുകയായിരുന്നു, അവനോട് കൂടെ വാഴാൻ. That we may dwell with him. അവനോട് കൂടെ വാഴാൻ. അവനോട് കൂടെ വാഴില്ലേ? അവൻ കുഞ്ഞുങ്ങൾ എഞ്ചിനീയർ ആയിട്ടും കാര്യമില്ല, അവൻ ഒത്തിരി ക്രൂസൈഡുകൾ നടത്തിയിട്ടും കാര്യമില്ല, സിറ്റിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടും കാര്യമില്ല. അവനോട് കൂടെ വാഴുന്നില്ലെങ്കിൽ എന്ത് പ്രയോജനം? അതുകൊണ്ട് പരിശുദ്ധാത്മാവ് അവൻ ഈ മാസം പറയുകയാ, എന്റെ യേശു വാതിൽക്കലായിരിക്കുന്നത് കൊണ്ട് അവൻ വിശുദ്ധിയെ തികയ്ക്കാൻ ഉത്സാഹിക്കണം. വിശുദ്ധിയെ തികയ്ക്കാൻ ഉത്സാഹിക്കണം. ടൈം ഒത്തിരി ഇല്ല. ഇറ്റ്സ് ഹൈ ടൈം. ഇത് അന്ത്യകാലമാകിയാൽ എന്ത് ചെയ്യണം? സമയം തക്കത്തിൽ ഉപയോഗിക്കണം. അവൻ നാളെ ടൈം ഉണ്ടെന്ന് ആരും വിചാരിക്കരുത്. ചിന്തിക്കാത്ത നാഴികയിൽ കള്ളനെ പോലെ കർത്താവ് വരും. അവൻ വെളിപ്പാട് പുസ്തകത്തിലേക്ക് നമ്മൾ എടുക്കാം. വെളിപ്പാട് പുസ്തകം അതിനാധാരമായി ചില വാക്യങ്ങൾ ഈ മാസം കർത്താവ് നമുക്ക് തരുവാനിടയായ റെവലേഷൻ 22:11-12. അവൻ റെവലേഷൻ 22:11 മുതൽ 12 വരെ അവൻ ഒന്ന് വായിച്ചാട്ട് കർത്താവ് പറയുന്ന വാക്യം. ഈ പുസ്തകത്തിലെ പ്രവചന മുദ്രയുടെ 22:11, 12. ഈ പുസ്തകത്തിലെ വചന മുദ്രയുടെ 22:11, 12. പിന്നെ എന്നോട് പറഞ്ഞത്, സമയം അടുത്തിരിക്കുകയാണ്, സമയം അടുത്തു. ഈ പുസ്തകത്തിലെ പ്രവചനം മുദ്രയിടരുത്. അടുത്തത്, അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യും. സമയം അടുത്തു. There is no more time. Time is near. Is at the door. വാതിൽക്കൽ ആയി. ഈ പുസ്തകത്തിലെ പ്രവചനം എന്ത് ചെയ്യരുത്? മുദ്രയിടരുത്. ഇനി ആരൊക്കെ എന്ത് ചെയ്യട്ടെ? അനീതി ചെയ്യുന്നവൻ അനീതി ചെയ്തോട്ടെ. അഴുക്കുള്ളവൻ ഇനി അഴുക്കാടട്ടെ. അഴുക്കൊടുക്കാൻ കേട്ടാലൊന്നും ഗ്രഹിക്കത്തില്ല. നമ്മൾ കണ്ടു കർത്താവിന്റെ മേശയത്തിന് വേണ്ടി നാം ആടുകളെ പോലെ തെറ്റിപ്പോയി. കർത്താവ് പറയുക, ഓപ്പർച്യൂണിറ്റി എല്ലാവർക്കും തരും. വചനം ആരും കേട്ടില്ലെന്ന് കർത്താവിന്റെ മുമ്പിൽ പോയി ഒഴിയോട് പറയാൻ ആരെക്കൊണ്ടും പറ്റില്ല. I spoke to you. I gave you warning. You listened to my word, but you did not heed. നിന്റെ സ്വന്തം ഇഷ്ടത്തിന് നീ പോയി. Because that was your choice. എന്റെ വഴി നീ തിരഞ്ഞെടുത്തില്ല. അതുകൊണ്ട് സമയം അടുത്തിരിക്കുന്നതുകൊണ്ട് കർത്താവ് പറയുക, അവൻ അഴുക്കുള്ളവൻ ഇനി അഴുക്കാകട്ടെ. അനീതി ചെയ്യുന്നവൻ ഇനി അനീതി ചെയ്യട്ടെ. അടുത്തത്, നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ. സമയമടുത്തു, സമയമടുത്തു, സമയമടുത്തു. നീതിമാൻ ഇനി നീതി ചെയ്യട്ടെ. അടുത്തത്, വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. വിശുദ്ധിയെ തികയ്ക്കുന്ന ഒരു വർഷം പരിശുദ്ധാത്മാവ് കടശ്യ മാസത്തിലേക്ക് വന്നിരിക്കുക. കാരണം എന്താ? സമയമടുത്തു. അടുത്ത വാക്യം, ഇതാ ഞാൻ വേഗം വരുന്നു. ഇന്ന് പകൽക്കാലം കർത്താവ് വിളിച്ചു പറയുന്നു സഭയോട്, ഇതാ ഞാൻ വേഗം വരുന്നു. അവൻ വിശുദ്ധൻ ഇനിയും തന്നെ എന്ത് കേട്ട്? വിശുദ്ധീകരിക്കട്ടെ. ഇത് വിശുദ്ധിയെ തികയ്ക്കുന്ന ഒരു വർഷം. കാരണം അവൻ സമയമെടുത്തു. ഇതാ ഞാൻ വേഗം വരുന്നു. ഇനി അടുത്ത വാക്യം, ഓരോരുത്തർ ഇന്ന് പകൽ കർത്താവ് പറയുന്നു, ഓരോരുത്തരും അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ എന്തോ എന്റെ കയ്യിലുണ്ട്, പ്രതിഫലമുണ്ട്. പരിശുദ്ധാത്മാവ് ഉപവാസ പ്രാർത്ഥന നമ്മോട് ഈ മാസം പറയുന്നത്, അവൻ സ്വപ്നം ചെയ്യുന്നു. എന്തുകൊണ്ട് നീ വിശുദ്ധീകരിക്കണം? സമയമടുത്തു. കർത്താവ് പറയുക, ഇതാ ഞാൻ വേഗം വരുന്നു. അതുകൊണ്ട് ദൈവത്തിന്റെ മരത്തിൽ ഈ വർഷത്തിന്റെ ആരംഭത്തിൽ നമ്മുടെ കുറിവാക്യം മറന്നു പോകരുത്. അവൻ 2 കൊരിന്ത്യർ ലേഖനം അതിന്റെ 7-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം അവൻ എന്താണത് പറയുന്നത്? വായിച്ചാട്ട് 2 കൊരിന്ത്യൻസ് 7:1. ആകയാൽ ഈ വാഗ്ദത്തങ്ങൾ വായിച്ചോളൂ. 7:1. Having therefore these promises, dearly beloved, അതുകൊണ്ട് നമ്മെ തന്നെ ശുദ്ധീകരിക്കാം. ഈ വാഗ്ദത്തങ്ങൾ നമുക്ക് ശേഷിച്ചിരിക്കുന്നത് കൊണ്ട് let us cleanse ourselves, നമ്മെ തന്നെ വിശുദ്ധീകരിക്കാം. വായിച്ചോ. അവൻ ജഡത്തിലെ സകല കറകള്, കൺമഷങ്ങള്, സകല അശുദ്ധികളും നീക്കി നമ്മെ തന്നെ ശുദ്ധീകരിക്കാം.
spirit, ആത്മാവിലെയും സകല കന്മഷങ്ങളും അശുദ്ധികളും നീക്കി നമ്മെ തന്നെ എന്ത് ചെയ്യാം? ശുദ്ധീകരിക്കാം. perfecting holiness in the fear of God. ആ ദൈവഭയത്തിൽ വിശുദ്ധിയെ തികയ്ക്കാം. കാരണം അവൻ സമയം അടുത്തിരിക്കുന്നു. കർത്താവ് പറയുന്നു, ഇതാ ഞാൻ വേഗം വരുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് യോഹന്നാൻ അപ്പോസ്തലന് നമ്മുടെ അവൻ ഈ ഉപവാസ പ്രാർത്ഥന 1 യോഹന്നാൻ അവൻ സ്വപ്നം ചെയ്യുന്നു 3 വാക്യങ്ങൾ കൂടി അവൻ സംസാരിപ്പാനിടയായി തീർന്നു. അവൻ 1 യോഹന്നാന് അവൻ 3 അവൻ സ്വപ്നം ചെയ്യുന്നു 2-3 വാക്യങ്ങൾ. അവൻ നാം ദൈവമക്കളാകുന്നു, ഇന്നതാകുമെന്ന് ഇതുവരെ എന്തായിട്ടില്ല, പ്രത്യക്ഷമായിട്ടില്ല. അവൻ വരുമ്പോൾ താൻ ഇരിക്കും പോലെ നാം അവനെ കാണുന്നതാകുകൊണ്ട് അവനോട് എന്തായി മാറും? സദൃശ്യന്മാരായി മാറും. അവനിൽ ഈ പ്രത്യാശയുള്ളവനൊക്കെയും അവൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ തന്നെ തന്നെ വിശുദ്ധീകരിക്കട്ടെ. എന്റെ യേശു വരുന്നു. പ്രിയമുള്ളവരെ, അവൻ വരുമ്പോൾ അവൻ ഇരിക്കുന്നത് പോലെ we are going to see him. അപ്പോൾ ആ കാഹളം ധ്വനിക്കുമ്പോൾ എടുക്കപ്പെട്ടാൽ അവൻ സ്വന്തം ഈ പ്രത്യാശയുള്ളവൻ എന്ത് ചെയ്യും? കർത്താവ് വിശുദ്ധനായിരിക്കുന്നത് പോലെ തന്നെ തന്നെ എന്ത് ചെയ്യും? വിശുദ്ധീകരിക്കും. അതുകൊണ്ട് ഈ മാസം സമയമില്ലാത്തതുകൊണ്ട് വാക്കുകൾ ചുരുക്കുകയാണ്. അവൻ 95 സംഘത്തിൽ കൂടി കർത്താവ് ലോകത്തോട് വിളിച്ചു പറയുന്നു, അവൻ സ്വന്തം ഇതാ കർത്താവ് വരുന്നു. ഹല്ലേലൂയ. അവൻ ഭൂമിയെ നീതിയോടും ജാതികളെ അവൻ വിശ്വസ്തയോടും കൂടി അവൻ സ്വന്തം ചെയ്യുന്നു. അവൻ വിധിക്കുമെന്ന് ദൈവത്തിന് തന്നെ പറയുന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം നമ്മെ തന്നെ ഏൽപ്പിക്കാം. അവൻ വരുന്നത് കൊണ്ട് വിശുദ്ധിയെത്തേക്കാം. അവൻ വാതിൽക്കലായതുകൊണ്ട് വിശുദ്ധിയെത്തേക്കാം. We don't have much time left. അവൻ സ്വന്തം വെയിറ്റിംഗ്. ഇനി കാത്തിരിക്കാൻ സമയമില്ല. പരിശുദ്ധാത്മാവ് ഉപവാസത്തെ കുറിച്ച് അവൻ നമ്മോട് സംസാരിക്കാനിടയായി. വിശുദ്ധിയെ തേക്കാൻ പലപ്പോഴും പരിശുദ്ധാത്മാവിന്റെ സഹായം വേണം. അവൻ ഉപവസിപ്പാൻ നാം സമയങ്ങളെ വേർതിരിക്കണം. ജഡത്തെ ക്രൂശിക്കാൻ ദൈവസ്ഥ ഇരിക്കാൻ we have to dedicate time ourselves. ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ നമ്മുടെ ആത്മാവിനോട് പോരാടുന്ന പോരുകളിൽ നിന്ന് വിടുവിക്കപ്പെടാൻ വേറെ വഴിയൊന്നുമില്ല. ഈ ദിവസങ്ങളില് this high time, ഇത് അന്ത്യകാലമാകിയാൽ സമയം എങ്ങനെ ഉപയോഗിക്കണം? തക്കത്തിൽ ഉപയോഗിക്കണം. സമയം തക്കത്തിൽ ഉപയോഗിക്കാൻ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. പ്രിയമുള്ളവരെ, ചിലർ ചെയ്തു വരുന്നത് പോലെ സഭായോഗങ്ങൾ എന്തായിട്ട് വിചാരിക്കല്ലേ. പക്ഷേ when God has prepared you, time to sit in his presence, അതിനെ ലൈറ്റ് ആയിട്ട് എടുക്കരുത്. കാരണം കർത്താവിന്റെ നാള് അടുത്തു വരുന്നുവെന്ന് അറിയും തോറും അതിനെ അധികമായി ചെയ്യണമെന്ന് ബൈബിൾ പറയുന്നു. because he is at the door. അവൻ അടുത്തു വാതിൽക്കലായിരിക്കുന്നത് കൊണ്ട് അവനെ തിരയാൻ സമയമെടുക്കാം. എന്തിനാ? we have to fulfill holiness. എന്തിനാ? അവനോടുകൂടെ കാണപ്പെടണം. അവൻ 21 അധ്യായം വെളിപ്പാട് പുസ്തകം 8 വാക്യത്തിൽ ആരവനോടുകൂടെ കാണപ്പെടുത്തലെന്ന് പറയുന്നു. ഇഫ് യു ആർ ഫിയർഫുൾ, ഭീരുക്കൾക്ക് അവനോടുകൂടി അവൻ ഒരുക്കുന്ന നിത്യരാജ്യത്തിൽ വാസമില്ല. അവൻ 2 അവിശ്വാസികൾക്ക് അവിടെ വാസമില്ല. അവൻ സ്വന്തം ചെയ്യുന്ന 3 അറയ്ക്കപ്പെട്ടവർ, അബാമനബിൾ. ഈ മാസം നമുക്ക് ചിന്തിക്കണം. അറയ്ക്കപ്പെട്ടവരെ കുറിച്ച് ബൈബിൾ പറയുന്നുണ്ട്. നീണ്ട നേരം I'm not going through it. We want to think about what all things Bible says it's abominable. Abominable എന്ന് പറയുന്ന കാര്യങ്ങൾ അങ്ങനെ ചെയ്യുന്നവർക്ക് അവിടെ എന്തോ ഇല്ല. കർത്താവ് ഒരുക്കുന്ന ഭവനത്തിൽ അവൻ സ്ഥാനമില്ല. എന്നിട്ട് abominable എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് ചില കാര്യങ്ങൾ എടുത്ത് വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നുണ്ട്. അവൻ സ്വന്തം ചെയ്യുന്നു. അതിനകത്ത് പറയുന്നത് അവൻ സ്വന്തം കുലപാതകം, വ്യഭിചാരം അവൻ സ്വന്തം ചെയ്യുന്നു. അവൻ വിഗ്രഹാരാധന, അവൻ ഭോഷ്കു പറയുന്നവർ, ഇവർക്കൊക്കെയും തീയും ഗന്ധകവും കത്തുന്ന തീപ്പൊയ്ക. പ്രിയമുള്ളവരെ, ഇന്ന് പകൽക്കാലം കർത്താവിനെ സേവിക്കുന്നത് ഇന്നത്തെ ഒരു സൗഖ്യത്തിനോ അനുഗ്രഹത്തിനോ വേണ്ടിയല്ല. ഞങ്ങൾ അതിനെക്കുറിച്ച് ഈ ആഴ്ച ചിന്തിച്ചപ്പോൾ കർത്താവിന്റെ വരവിന് 2 ഘട്ടങ്ങളുണ്ടെന്നും കർത്താവ് വരുമ്പോൾ കാഹളം ധ്വനിക്കുമ്പോൾ എടുക്കപ്പെടുകയാണെങ്കിൽ 1-ാമത്തെ പുനരുത്ഥാനം. അവൻ സ്വന്തം ആ 1-ാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാണ്. അതുകൊണ്ട് ആ വിശുദ്ധിയെ തേക്കണമെന്ന് അവിടെ കൊണ്ട് തീരുന്നില്ല. പിന്നെ കർത്താവ് തന്റെ വിശുദ്ധന്മാരുമായി 7 വർഷം കഴിഞ്ഞ് ഈ ഭൂമിയിലേക്ക് വരും. 1000 years. അതെന്ന് കേട്ടു. ദാവീദിന്റെ സിംഹാസനത്തിൽ ഇരിക്കാൻ ഒരുത്തനില്ലാതെ വരത്തില്ലെന്ന് കേട്ടു. ദാവീദിന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്ന ആരാന്നറിയാമോ? കർത്താവ് രാജാതി രാജാവുമായ യേശുനാഥൻ ഈ ഭൂമിയിൽ 1000 ആണ്ട് ആ സിംഹാസനത്തിൽ ഭരിക്കും. അവൻ തേജസ്കരിക്കപ്പെട്ട നാം അശുരം പ്രാപിച്ച് അവനോടുകൂടെ നാം വാഴും. അതുകൊണ്ട് തീരുന്നില്ല. അവസാനം 1000 ആണ്ടൊക്കെ അവൻ സാത്താനെ ആ സമയത്ത് എത്തിക്കും. 1000 ആണ്ട് കഴിയുമ്പോൾ അവനെ വീണ്ടും അഴിച്ചു വിടും. അവൻ പോയി വീണ്ടും ജാതികളെ എല്ലാം ദൈവത്തിനെതിരെ കൂട്ടും. അവൻ ദൈവം അഗ്നി അയച്ച് അവൻ സ്വന്തം ചെയ്യുന്നു. അവരെ എല്ലാം നശിപ്പിക്കും. സാത്താനെ എന്നേക്കും തീയും ഗന്ധവും കത്തുന്ന തീപ്പൊയ്യിലേക്ക് തള്ളും. അതിനുശേഷം പറയാ, ആദ്യത്തെ ആകാശവും ആദ്യത്തെ ഭൂമിയും മാറിപ്പോകും. പത്രോസ് പറയാ, ഈ ഭൂമി എന്തിനു വേണ്ടി സൂക്ഷിക്കുക? തീക്കായിട്ട് സൂക്ഷിക്കുക. ഇതെല്ലാം പോയിട്ട് പുതിയ ആകാശവും പുതിയ ഭൂമി എന്ത് ചെയ്യും? വരും.
അതിലേക്ക് കരിക്കപ്പെട്ട മണവാട്ടിയെ പോലെ ആ കർത്താവിന്റെ വിശുദ്ധ നഗരമായ പുതിയ യെരൂശലേം ഇറങ്ങി വരും. യേശു പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം എന്ത് ചെയ്യരുത്, കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എന്റെ പിതാവിന്റെ ഭവനത്തില് ഒത്തിരി മാൻഷൻസ് ഉണ്ട്. മാൻഷൻസ് ഇല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്കൊരു സ്ഥലം ഒരുക്കാൻ പോകുന്നു. ആ സ്ഥലമൊരുക്കാൻ മടങ്ങി വന്ന നിങ്ങളെ ഞാനിരിക്കുന്നവർ തിരുത്തേണ്ട വേഗത്തിൽ നിങ്ങളെ ചേർത്ത് കൊള്ളൂ എന്ന് പറഞ്ഞാ പോയത്. അവൻ ഇൻ ദ എൻഡ് അവൻ സ്വന്തം ചെയ്യുന്ന മർമ്മം പൗലോസിലേക്ക് വെളിപ്പെടുത്തുമ്പോൾ ഭൂമിയിലുള്ള സകലവും അവൻ ജാതികളുടെ സകലവും അവസാനം ക്രിസ്തുവിൽ കൂടി ദൈവത്തിൽ ഒന്നാക്കുന്ന അവസ്ഥയിലേക്ക് മടങ്ങി, ആ ബ്ലസ്സിലേക്ക്. അവിടെ കണ്ണുനീരില്ല, ദൈവം തന്നെ അവൻ അവിടെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊക്കെയും തുടയ്ക്കുന്ന ഒരവസ്ഥ. അവനോടുകൂടെ അവിടെ സൂര്യനില്ല, ആ ഭൂമിയിൽ സമുദ്രമില്ല. അവൻ സ്വന്തം ആ പുത്തൻ യെരൂശലേം നഗരത്തില് അതിന്റെ അടിസ്ഥാനങ്ങളെ കുറിച്ചെല്ലാം ബൈബിൾ പറയുന്നു. അതൊന്നും പറയാൻ പോകുന്നില്ല. അവനോടുകൂടെ വാഴാനാണ് പ്രിയമുള്ളവരെ ഇന്ന് പകൽ ആരാധനയ്ക്കിറങ്ങി രക്ഷിക്കപ്പെട്ടത്, അവനെ സേവിക്കുന്ന. അല്ലാതെ ഇന്നത്തെ ഇന്നത്തെ സൗഖ്യം, ഹ്രസ്വദൃഷ്ടിയ, ഷോർട്ട് സൈറ്റഡ്, നോട്ട് ലുക്കിംഗ് അബൌട്ട് എഹെഡ്. ഇന്ന് പകൽക്കാലം ദൈവമക്കളെ ദൈവത്തെ സേവിക്കുന്നെങ്കിൽ ഇന്നത്തെ ലാഭം, ഇന്നത്തെ സൗഖ്യം, ഇന്നത്തെ ജയം നിങ്ങൾ നോക്കരുത്, ഇറ്റേണിറ്റിയെ നോക്കണം. നിത്യതയിൽ അവനോടുകൂടെ വാസം ചെയ്യുന്നുണ്ടെങ്കിൽ ഈ പാടിയതും ഈ ആരാധിച്ചു നോക്കിയതുവാ വ്യർത്ഥം. നാം വാക്കുകളെ ചുരുക്കാൻ പോകുക. നമ്മെ തന്നെ ഏൽപ്പിക്കാൻ ദൈവത്തോട് പറയുക, കർത്താവേ, അങ്ങ് വരുന്നത് കൊണ്ട് ഈ ദിവസങ്ങളില് ആത്മാവിൽ നിന്നെ ആരാധിപ്പാൻ ഞങ്ങളെ സഹായിക്കണേ.